വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് ഭക്ഷണം പോലും നൽകാതെ അധികൃതരുടെ ക്രൂരത. പത്തനംതിട്ട നിരണം പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് 12 കുടുംബങ്ങളെ പട്ടിണിക്കിട്ടത്. ഭിന്നശേഷിക്കാരും ഗർഭിണികളും അടക്കം ക്യാമ്പിൽ കഴിയുന്ന ആദ്യം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. മെമ്പർ ഇതിലേക്കൂടെ എപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ചത്തോ ജീവിച്ചിട്ട് ആഹാരം കഴിച്ചു എന്ന് പോലും ഈ വാർഡ് മെമ്പർ ഒന്നും തിരക്കില്ല. ഇത് രാഷ്ട്രീയ കളിയൊന്നുമല്ല. ഇവിടെ ഗർഭിണികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഞങ്ങളെല്ലാ രോഗങ്ങളുള്ളവരെ ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് ഒരാഹാരത്തിന് പോലും ഈ മെമ്പർ വന്നൊന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും തിരക്കിയിട്ടില്ലല്ലോ. ഓരോരുത്തരും ഒന്നും തിരക്കിയിട്ടില്ല. ഇതേ സമയം വരെ തിരക്കിയില്ല. മെമ്പർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സാധനവും തന്നിട്ടുമില്ല. ഞങ്ങൾ പിരിവിട്ട് വാങ്ങിക്കും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ അവർ നോക്കാത്തത്. 3-ാം തീയതി ഞങ്ങൾ വന്നിട്ട് ഇവിടങ്ങളിലെല്ലാം അരിയും സാധനങ്ങളും വിതരണം ചെയ്യുമ്പോഴും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഈ ഗേറ്റിൻ്റെ വന്ന് നിന്നിട്ട് ഇവിടുത്തെ MLA വന്നിട്ടും തിരിഞ്ഞു പോകുമായിരുന്നു. സാധനം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞില്ല. ആ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ അരി കൊടുക്കുമ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇവിടെ താമസിക്കുന്ന പെണ്ണുങ്ങൾ ഇവിടെ നിൽക്കുക, ഈ നമ്മുടെ ഈ ഗേറ്റിൽ നിൽക്കുക, എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കുകയില്ല. 2 ഗർഭിണികളെ, ഒരു വികലാംഗ, അതുപോലെ തന്നെ പ്രായമുള്ളവരെ, രോഗികളെ, കുട്ടികളെ, ഇത്രയും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്നിടത്ത് ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ടില്ല എന്ന് പറയുന്നത് അത് ശുദ്ധ മര്യാദകേടാണ്. സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്തെ, ഈ മനുഷ്യപ്പറ്റില്ലാത്ത ഈ മെമ്പർ ആരാണ്? സാധാരണഗതിയിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയാൽ അവിടെ ജില്ലാ ഭരണകൂടമൊക്കെ ആണല്ലോ അവിടെ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുക. അവർക്ക് ആർക്കും ഒരു മനുഷ്യപ്പറ്റില്ലേ? അവരാരും ഇതൊന്നും കാണുന്നില്ലേ? യശുകുര്യൻ, വെള്ളപ്പൊക്ക ദുരിതത്തിനൊപ്പം തന്നെ അധികൃതരുടെ അവഗണന മൂലം കടുത്ത ദുരിതത്തിലും പട്ടിണിയിലും കഴിയുന്ന ഒരു വിഭാഗം ആളുകളെയാണ് നമുക്ക് തിരുവല്ല കൊമ്പങ്കേരി പ്രദേശത്ത് കാണാൻ കഴിഞ്ഞത്. അവിടെ ഇവർ ഈ ആഹാരത്തിനായി ഇത്തരത്തിൽ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പഞ്ചായത്തിലെ ഒരു അധികൃതരും വാർഡ് മെമ്പർ അടക്കം ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവരോട് കാട്ടുന്ന ഈ അവഗണനയ്ക്കുള്ള കാരണമായി അവർ പറയുന്നത് അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു പോയി, ആ മെമ്പർക്ക് അനുകൂലമായി വിധി എഴുതിയില്ല എന്നുള്ള ഒരു കാരണമാണ് ഇവർ പറയുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ഇവരോട് ഒരു രാഷ്ട്രീയ പകപോക്കൽ പോലെയാണ് ഈ അധികൃതർ പെരുമാറുന്നത് എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസ് അധികൃതർ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഭിന്നശേഷിക്കാരി ഉദ്യോഗസ്ഥരൊക്കെ ഇല്ലേ? റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഇല്ലേ സുജിത്തെ? കാരണം റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ആണല്ലോ ഈ പറയുന്ന ഒരു ക്യാമ്പിൽ എത്ര ആളുകളുണ്ട്, അവർക്ക് എന്തുമാത്രം ഭക്ഷണം വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് തീരുമാനിച്ച് അവിടെ എത്തിക്കുന്നത് അവിടുത്തെ വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഉൾപ്പെടുന്ന റവന്യൂ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണല്ലോ. കൂടി ഈ പറയുന്ന മെമ്പർക്കൊപ്പം ചേർന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സുജിത്തെ? ജോഷുകുര്യൻ, ഇവരോടൊക്കെ തന്നെ ഈ അധികൃതർ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരെ ഈ ക്യാമ്പിലുള്ള ആളുകൾ വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഔദ്യോഗിക ക്യാമ്പ് അല്ല എന്നുള്ളതാണ്. ഒരു ഗ്രൂവൽ ക്യാമ്പിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണമാണ് അവർ പറയുന്നതെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. അതിൽ പക്ഷേ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ജില്ലയിൽ സന്ദർശനം നടത്തിയപ്പോൾ അടക്കം പറഞ്ഞതാണ് ഗ്രൂവൽ ക്യാമ്പുകളിലും കൃത്യമായി ഭക്ഷണം എത്തിക്കും, അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളത്. പക്ഷേ മന്ത്രിയുടെ വാക്കിനെ പോലും അവഗണിച്ചുകൊണ്ട് ഇവിടെ ആ മന്ത്രിയുടെ വാക്കിനെ പോലും കാറ്റിൽ പറത്തിയാണ് ഇവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയ ഒരു പകപോക്കൽ പോലെ രാഷ്ട്രീയ വിവേചനം കാട്ടിക്കൊണ്ട് ഇവരെ പട്ടിണിക്കിടുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഏതായാലും ഇന്നലെയുമായിട്ട് CPM-ന്റെ ചില പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഭക്ഷണം എത്തിച്ച് ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. പക്ഷേ എന്തിന്റെ പേരിലായാലും സാങ്കേതികത്വത്തിന്റെ പേരിലാണ് ഔദ്യോഗിക ദുരിതാശ്വാസ ക്യാമ്പ് അല്ല എന്ന പേരിലാണ് ഈ പറയുന്ന അവിടെ താമസിക്കുന്നവർക്ക്, അവിടെ കഴിയുന്നവർക്ക് ഭക്ഷണം അടക്കം മെമ്പർ എത്തിക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞതാണ് ഇത്തരം ക്യാമ്പുകളിൽ കൂടി ഭക്ഷണം എത്തിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അധികാരികൾ ശ്രദ്ധിക്കുമല്ലോ. Big TV, without fear or favor.